തൃശ്ശൂരെ വളരെ സിമ്പിളായിട്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് സുപ്രീം കോടതിയിൽ ഒരു കേസ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ അടുപ്പത്തിന്റെ പുറത്ത് പരിചയക്കാരനായ സ്ഥിതിക്ക് തൃശ്ശൂർ കുടുംബ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലിനെ ഏൽപ്പിക്കുമോ, അതോ സുപ്രീം കോടതിയിൽ വെടുപ്പായിട്ട് കേസ് പറയുന്ന വക്കീലിനെ ഏൽപ്പിക്കുമോ? സുപ്രീം കോടതി വക്കീലിനല്ലേ നമ്മൾ ഏൽപ്പിക്കുക. ഇനി പനി വന്നാൽ നമ്മൾ കാണുന്ന ഡോക്ടറെയാണോ നമ്മൾ പല്ലുവേദന വന്നാൽ കാണാം? അല്ലല്ലോ. പിന്നെ എന്താ ഈ ഇലക്ഷൻ വരുമ്പോൾ മാത്രം ഇങ്ങനെ കോമൺ സെൻസ് ഇല്ലാതെ പെരുമാറണേ? 5 രൂപയുടെ പേന തെളിയൊന്ന് നോക്കി വാങ്ങുന്ന, 25 രൂപയുടെ തേങ്ങ കുലുക്കി നോക്കി വാങ്ങുന്ന നമ്മള് 5 വർഷം വാലിഡിറ്റി ഉള്ള MP-യെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് എന്താ ഈ കോമൺ സെൻസ് കാണിക്കാത്ത? പ്രതിഷേധം അറിയിക്കാനും നിലപാട് അറിയിക്കാനും വോട്ട് ചെയ്തുകൊണ്ടൊന്നും യാതൊരു ഗുണമില്ല കേട്ടാ. നാട്ടിൽ മെട്രോ റെയിലും ഫ്ലൈ ഓവറും റോഡുകളും നോളജ് സിറ്റിയും കൾച്ചറൽ സെന്ററും ടൂറിസം പ്രോജക്റ്റും കുടിവെള്ള പദ്ധതിയും ഇതൊക്കെ വരണം എന്നുണ്ടെങ്കിൽ 10,000 കോടി രൂപ ഇറക്കണം. അത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ആളെ ജയിപ്പിച്ചാലേ നടക്കുള്ളൂട്ടാ. അല്ലാണ്ട് പ്രതിഷേധം അറിയിക്കാനും നിലപാട് അറിയിക്കാനും വേണ്ടി വോട്ട് ചെയ്താൽ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ 5 കൊല്ലം സ്വാഹയാണ് കേട്ടാ. നിങ്ങൾ എങ്ങനെ തട്ടിച്ചു നോക്കിയാലും ഒരു കേന്ദ്രമന്ത്രിയുടെ 7 ഇലക്കത്ത് വരില്ല ഒരു പ്രതിപക്ഷ MP. അത് നമ്മൾ ഓർത്തിരിക്കണം. നമ്മുടെ നാട്ടിൽ മാത്രം ഈ പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യുന്ന ഇടപാടുള്ളൂ. ബാക്കി ഇപ്പൊ ഡൽഹിയിലോ ബംഗാളിലോ മഹാരാഷ്ട്രയിലോ ബാംഗ്ലൂർ ബാക്കി എവിടെ എടുത്തു നോക്കിയാലോ അത് അങ്ങനെയല്ല. ഇപ്പൊ ഡൽഹിയിൽ കോർപ്പറേഷൻ ഇലക്ഷൻ വന്നാൽ 60% വോട്ട് AAPക്ക്, നിയമസഭയിൽ 60% വോട്ട് AAPക്ക്. അതേ ഡൽഹിക്കാർ ലോക്സഭയിലേക്ക് വോട്ട് ചെയ്യുമ്പോൾ 60% വോട്ട് BJPക്ക്. അങ്ങനെ ബുദ്ധിപൂർവ്വം ചിന്തിക്കണമെന്നേ. പിന്നെ അറിവിന്റെയും ലാംഗ്വേജിന്റെയും കനിവിന്റെയും പറയണ വാക്കിന്റെയും അങ്ങനെ എന്തെടുത്തു നോക്കിയാലും സുനിൽകുമാറിനേക്കാളും മുരളീധരനേക്കാളും ഒരു പടി മുകളിൽ തന്നെ സുരേഷ് ഗോപി. അപ്പൊ ഇത്തവണ ബുദ്ധിപൂർവ്വം സുരേഷ് ഗോപിക്ക് അങ്ങോട്ട് കച്ച. ബീഹാറിലേക്ക് കടന്നു വന്നപ്പോൾ 2 മുണ്ടന്മാർ 2 ചെറുപ്പക്കാര് അദ്ദേഹത്തെ സ്വീകരിച്ച സലാം ചൊല്ലിട്ടാണ് അസ്സലാമു അലൈക്കും. അപ്പൊ അരവിന്ദ് കെജ്രിവാള് ആശ്ചര്യപ്പെട്ടുപോയി. അത് ആരാണ്? ആ ചെറുപ്പക്കാരാണെന്നറിയോ? നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഭായ് ഷാ കേരളത്തിൽ നിന്ന് പൊക്കിക്കൊണ്ടുപോയ 2 PFI ചെറുപ്പക്കാരാണ്. അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന അഴിമതിക്കാരനെ തീവ്രവാദികളെയും അഴിമതിവാദികളെയും ഒരേ സെല്ലിലടച്ചുകൊണ്ട് നരേന്ദ്രമോദി ഈ രാജ്യത്തെ അഴിമതിയിൽ നിന്ന് തീവ്രവാദത്തിൽ നിന്ന് രക്ഷിക്കാൻ സർവശക്തൻ ഈ ഭൂമിയിലേക്ക് അയച്ച രാഷ്ട്രീയ അവതാരമാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ പാലക്കാട്ടുകാർ നമ്മുടെ പ്രിയപ്പെട്ട ജനകീയ നേതാവിന് ഒരു നാടിന്റെ ജനനായകൻ എന്ന് ചുവരെഴുത്തായി മാറിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണകുമാറിന്റെ ആ പ്രകാശം പരത്തുന്ന ചിരിക്ക് നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തണം. ഐശ്വര്യത്തിന്റെ ചിഹ്നമായ താമരക്ക് വോട്ട് രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ